ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എവിടെയാണുള്ളതെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ജോളി സിൽസിൽ എത്തി നിൽക്കുകയാണ് കോട്ടയത്ത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ നമ്മുടെ മാൾ ഓഫ് ജോയിലുള്ള നമ്മുടെ ജോളി സിൽസിൽ ആടി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോയേക്കാം, നിങ്ങളും പോരട്ടോ. അപ്പോൾ എങ്ങനെ വരുമല്ലേ? ഹലോ ഫ്രണ്ട്സ്, ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മാൾ ഓഫ് ജോയിലുള്ള ജോളി സിൽസിലാണ്. അപ്പോൾ ജോളി സിൽസിൽ നല്ല തകർപ്പൻ ആടി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്ഥിരം വിസിറ്റേഴ്സാണ്. നമ്മൾ എന്തൊരു ഫങ്ഷൻ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ നമ്മളാദ്യം ചൂസ് ചെയ്യുന്നത് ജോളി സിൽസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കിപ്പം എന്ത് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ കിട്ടും. പക്ഷേ ഇപ്പോൾ സ്പെഷ്യലി ആടി സെയിൽ എന്ന് പറയുമ്പോൾ നമുക്കെന്താ, എപ്പോഴും വാങ്ങുമ്പോൾ നമ്മൾ പുതിയത് തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എത്ര വില കുറഞ്ഞതാണെങ്കിലും നമുക്ക് പുതിയത് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഏത് കളറിലും ഏത് സൈസിലും ഏത് ഡിസൈനിലും ഏത് പാറ്റേണിലും നമുക്ക് എന്ത് വെസ്റ്റേൺ ടൈപ്പോ നാടനോ അങ്ങനെ മോഡേൺ ആയിട്ടുള്ളതുമായ എല്ലാ ടൈപ്പ് സാധനങ്ങളും, മെൻസ് വെയർ, കിഡ്സ് വെയർ, അതുപോലെ ലേഡീസ് വെയർ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഒരു കിടക്കീഴിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇവിടെ ആടി സെയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ സ്റ്റോക്ക് വിറ്റഴിക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെങ്കിലും ഡാമേജസോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കാവുന്നതുമാണ്. അതാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ള ഒരു വലിയൊരു പ്രത്യേകതയിലൊന്ന്. പിന്നെ നമുക്ക് എന്താ പറയുക, സെക്ഷൻ വൈസ് നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാതെ ഓരോ സെക്ഷനിലും അതിൻ്റെ നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നമ്മളിപ്പം സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റാഫൊക്കെ ആയാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവസി അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ആടി സെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താ പറയുക, പുതിയ ഐറ്റംസ് ഏറ്റവും ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടും. എല്ലാം ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ്. പിന്നെ അവരുടെ എന്താ പറയുക, ബില്ലിങ്, പാക്കിങ് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാ വർഷവും ഈ ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ് കേട്ടോ ആടി സെയിൽ. ഞാനത് ഓർത്ത് വയ്ക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണത്തിനേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങി വയ്ക്കുന്നത്. കാരണം നമ്മുടെ റിലേഷനിലുള്ളവർക്കൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പോഴും നമ്മൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വില കുറച്ച് നമുക്കൊരു 2 പേർക്ക് വാങ്ങുന്ന ഡ്രസ്സിൻ്റെ പൈസ ഉണ്ടെങ്കിൽ 4-5 പേർക്ക് വാങ്ങാനായിട്ട് പറ്റും. സാരി ആയിക്കോട്ടെ, ഷർട്ട്സ് ആയിക്കോട്ടെ, കുർത്തീസ് ആയിക്കോട്ടെ, കിഡ്സ് വെയേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഷർട്ട്സ് ഒക്കെ ഇത് കണ്ടില്ലേ, 400 സംതിങ് 300 സംതിങ് ആ ഒരു റേഞ്ച് തൊട്ട് നമുക്ക് പ്രൈസസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുർത്തീസ് ആയിക്കോട്ടെ 200 സംതിങ് തൊട്ട് അവൈലബിൾ ആണ്. ഇതിപ്പോൾ വരുന്നത് 469, അത് നല്ല കോട്ടൺ കുർത്തീസാണ്. അതുപോലെ നമ്മുടെ എന്താ പറയുക, ടീനേജേഴ്സിൻ്റെ കളക്ഷൻസൊക്കെ ആണെങ്കിൽ പറയേണ്ടതില്ല. പിന്നെ കിഡ്സിൻ്റെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെക്ഷൻ എന്ന് പറയുന്നത് കിഡ്സിൻ്റെയാണ്. ഇപ്പോൾ എൻ്റെ മോൾക്കായാലും എത്ര ഡ്രസ്സ് എടുത്താലും എനിക്ക് മതിയാവില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രൈസിൻ്റെ ഇഷ്യൂ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് പേടിക്കും ഇത്രയൊക്കെ എടുക്കണമെന്ന്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വാരിക്കോരി എടുക്കാം. കാരണം നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ 149 രൂപയൊക്കെ തൊട്ട് നമ്മുടെ കുഞ്ഞു ബേബി ഗേൾസിനും അല്ല എൻ്റെ മോൾക്കൊക്കെ ഒരു 9-10 വയസ്സേ ഉള്ളൂ, അവൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ടോപ്സ് ഉണ്ട്. 149 രൂപ വരുന്ന സാരിയാണ് കേട്ടോ. അത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം നല്ല ചീപ്പ് റേറ്റിൽ. അതുപോലെ ഇത് ബെഡ്ഷീറ്റ്സ്, നല്ല കോട്ടൺ ബെഡ്ഷീറ്റ്സാണ് 199 രൂപ അല്ലെങ്കിൽ 169 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. അതുപോലെ പില്ലോ കവർ ആണെങ്കിൽ 49-69 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കോട്ടൺ എന്താ പറയുക, ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അധികം ചുരിദാർ സംഭവമൊന്നും വെയർ ചെയ്യില്ല. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്, സാരി ലവറാണ്. അപ്പോൾ ഞാൻ 1-2 സാരി എടുത്തിട്ടുണ്ട്. പിന്നെ മോൾക്കുള്ള
കുറേ ഐറ്റംസും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ വർഷവും ഞാൻ പോകുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഓരോ വർഷം ചെല്ലുമ്പോൾ ഭയങ്കര പുതുമയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. കാരണം ഷർട്ട്സ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, കിഡ്സിൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഇതുണ്ട്. ഇപ്പോഴത്തെ ന്യൂ മോഡൽ ഡിസൈൻ ത്രെഡ് വർക്കും പ്രിൻറ്റിങ് വർക്കും ഒക്കെ ഉള്ള അടിപൊളി ന്യൂ ജനറേഷൻ കിഡ്സ് ഷർട്ടുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗ്, പേഴ്സ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ കുടക്കീഴിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ആഡി സെയിലിൽ നിന്ന്. ഇതൊക്കെ പുതിയ ഐറ്റംസ് തന്നെയാണ്, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. ചെറിയ ഷോർട്ട്സും അതുപോലെ തന്നെ പാൻറ്റ് വിത്ത് ബനിയും വരുന്നതുണ്ട്, നൈറ്റീസ് ഉണ്ട്, അതുപോലെ നൈറ്റി ഫ്രോക്ക് ഉണ്ട്. എല്ലാം ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നമ്മുടെ ഡെയിലി വെയർ സാരീസാണ്. അതൊക്കെ 200 സംതിങ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എപ്പോൾ പോയാലും വീഡിയോസ് ഷൂട്ട് ചെയ്യാറുണ്ട്. കാരണം നമ്മളെല്ലാവരും ഓഫേഴ്സും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഡ്രസ്സിനൊക്കെ ഓഫർ ഇടുമ്പോൾ ഏത് കടയിലായാലും നമ്മൾ ഇടിച്ച് കയറുന്നവരാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്താ പറയുക, പ്രൈസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. നമ്മുടെ ബേക്കർ ജംഗ്ഷനിലെ മാൾ ഓഫ് ജോയിലാണ് നമ്മുടെ ജോളി സിൽസ് ഉള്ളത്. ഇവരുടെ തന്നെ തിരുവല്ല, അങ്കമാലി, കൊല്ലം ഷോപ്പിലൊക്കെ ഇതേ ആഡി സെയിൽ സെയിം ഡേറ്റിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സെയിം ഡേറ്റിൽ തന്നെ നമുക്ക് ആഡി സെയിൽ ഇവരുടെ ഈ 4 ഷോപ്പുകളിലും ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് കോട്ടയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കോട്ടയത്തുള്ള ജോളി സിൽസിലാണ് പോകാറുള്ളത് കേട്ടോ. എല്ലാം നല്ല കളർഫുള്ളായിട്ട് സെക്ഷൻ വൈസ് അവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെറ്റിങ്സ് എനിക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കിഡ്സിൻ്റെ ടോപ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പലാസോസ്, അങ്ങനെയുള്ളതെല്ലാം സെപ്പറേറ്റ് ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തപ്പിയെടുക്കുന്നതിൽ നമുക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ആരെങ്കിലും എടുത്തു തരണം എന്നുള്ള ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് വേറൊരു ഷോപ്പിൽ നിന്നിട്ട് നമുക്കിപ്പോൾ നല്ലൊരു കെയറിങ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് കിട്ടിയില്ല നമുക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ ഈ തിരക്കിനിടയ്ക്ക് എന്താ പറയുക, അവർക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത തിരക്ക് പല ദിവസങ്ങളിലും വരാറുണ്ട്. ഞാൻ പോയ ദിവസം വലിയ തിരക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാനൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് ടയേർഡായി വന്നിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് മുട്ടിനൊക്കെ ഞാൻ ഈ ആഡി സെയിലിൻ്റെ ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല ക്രൗഡാണ്. അപ്പോൾ ആ തുടക്കത്തിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആളാണ്. ഞാനൊന്ന് ആൾ കുറഞ്ഞിട്ടാണ് വന്നത്. എന്നിരുന്നാലും എല്ലാ സെക്ഷനിലും ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഐറ്റംസും ഇതുപോലെ ഫില്ല് ചെയ്ത് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, എങ്കിലും നമുക്കിതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് നോക്കുകയും കാണുകയും അതുപോലെ തന്നെ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാഫ്സ് നമ്മളെ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ കമ്പനി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് എന്താ പറയുക നമുക്ക് ഒരു പർച്ചേസിങ് നടത്തി പോരാനും പറ്റും കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. എന്തായാലും നമ്മൾ ആ ഒരു ആഡി സെയിലിൻ്റെ ക്രൗഡ് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ എൻ്റെ ചുറ്റിക്കറക്കൊക്കെ കഴിഞ്ഞ് ഇത്രയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക ചെറിയൊരു പർച്ചേസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതിലും കൂടുതൽ പർച്ചേസ് ചെയ്ത് പോയവരെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഒന്നുമല്ല. എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആഡി സെയിലിൽ നിന്ന് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളും പോയില്ലേ? അപ്പോൾ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.